നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ട് നമ്മൾ പറയുന്ന ഒരു സമയമാണ് സ്കൂൾ കാലഘട്ടം. അത് അവസാനിക്കുന്നത് +2-ലാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്ന് +2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ +2-ലെ ഫിസിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ +2 പോർഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. ചാർജുകളുടെ ഒരു എഫക്റ്റും അത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ 3ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മുടെ കറണ്ടിലോട്ടാകും. അത് കഴിഞ്ഞ് മാഗ്നറ്റിസം വരും. കറണ്ടും മാഗ്നറ്റും തമ്മിലുള്ള റിലേഷൻസിലോട്ട് പോകും. അത് കഴിഞ്ഞ് ഒപ്റ്റിക്സ്, ലൈറ്റിനെ കുറിച്ചാകും. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അവിടെ നിന്ന് നേരെ ആറ്റംസ്, ന്യൂക്ലിയസ് അങ്ങോട്ട് പോകുന്നു. അവസാനം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു ചെറിയ ചാപ്റ്ററോട് കൂടി എന്ത് ചെയ്യും നിങ്ങളുടെ +2 ലൈഫ് തീരുകയാണ്. ചാർജിനെ കുറിച്ച് പറയുമ്പോൾ ചാർജ് എല്ലാവരും കേട്ടിട്ടുണ്ട്. പോസിറ്റീവ് ചാർജുണ്ട്, നെഗറ്റീവ് ചാർജുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് ചാർജ് എന്ന് പറയുന്നതിനൊരു കൃത്യമായ ഡെഫിനിഷൻ പറയാൻ സാധിക്കുമോ? എന്നാൽ സാധിക്കണം. നമ്മുടെ ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഒരു പേര് പറയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ചാർജുകൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് എങ്കിൽ ചാർജുള്ള ഏതൊരു ഒബ്ജക്റ്റുകൾ എടുത്തിരുന്നാലും അവയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ചാർജിന് അതേ രീതിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ചാർജ് എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർട്ടിയാണ്. ഏതൊരു ഒബ്ജക്റ്റ് എടുക്കുന്നോ ആ ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ടാകും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും. അപ്പോൾ ഡെഫിനേഷൻ ഇങ്ങനെ നമുക്ക് പറയാം: ഇലക്ട്രിക് ചാർജ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടി നമുക്ക് ഇലക്ട്രിക് ചാർജ് എന്ന് എന്ത് ചെയ്യാം പറയാം. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. വായിച്ചോണം, COULOMB ആണ് കൂളോം. സി ആണെന്ന് എന്ത് ചെയ്യുന്നത് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. കൂളോമാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇനി ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇലക്ട്രോസ്കോപ്പ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ, അത് ഉണ്ടോ ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചാർജിന് പൊതുവെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കൂളോം എന്നുള്ളത്. എന്നാൽ CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് ചെയ്യണം. കാരണം എക്സൈസിലൊരു പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അതായത് CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറയുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മിച്ചുകൊള്ളുക, ചാർജിൻ്റെ CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റാണ് ESC. ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ESU ആണ് CGS സിസ്റ്റത്തിലുള്ള ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു കൂളോം എന്ന് പറയുമ്പോൾ 3 × 10⁹ ESU ആണ്. ഒരു കൂളോം എന്ന് പറയുന്നത് 3 × 10⁹ ESU ആണ്. ഇത് SI സിസ്റ്റത്തിലാണ്, ഇതെന്താണ് CGS സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഇതിൻ്റെ യൂണിറ്റ് കൂളോമാണ്. CGS സിസ്റ്റത്തിലാണെങ്കിൽ ESU ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കൂളോം എന്ന് പറയുന്നത് 3 × 10⁹ ESU ആണ്. നമ്മൾ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് പറയേണ്ടത് ചാർജിങ് ഓഫ് ആൻ ഒബ്ജക്റ്റാണ്. ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. പല രീതിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാർജുള്ള ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും, ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റുമായിട്ട് കോൺടാക്റ്റിൽ വയ്ക്കാറുണ്ട് അല്ലേ. പൊതുവേ നമ്മൾ അങ്ങനെ ചെയ്യാറ്. എന്നാൽ 3 രീതിക്ക് നമുക്കൊരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിങ്
എന്നൊക്കെ പറയും. അതായത് രണ്ട് ഒബ്ജക്റ്റുകളുണ്ട് എങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റുകളെ പരസ്പരം റബ്ബ് ചെയ്യും. പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റിനെ റബ്ബ് ചെയ്യുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ആറ്റംസ് ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ തൊട്ടടുത്ത ഒബ്ജക്റ്റിലോട്ട് പോകും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റേ ഒബ്ജക്റ്റിലോട്ട് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഏത് ഒബ്ജക്റ്റിനാണോ ഇലക്ട്രോൺ കിട്ടിയത് ആ ഒബ്ജക്റ്റ് നെഗറ്റീവായിട്ടും ഏത് ഒബ്ജക്റ്റിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അത് പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഇതിനെയാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്പരം റബ്ബ് ചെയ്യാണ്. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റേ ഒബ്ജക്റ്റിലോട്ട് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കാരണം റബ്ബ് ചെയ്യുന്ന സമയത്ത് എനർജി കിട്ടുകയാണല്ലോ. അപ്പോൾ എനർജി കിട്ടുമ്പോൾ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും എനർജി കിട്ടുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രോണുകൾ തൊട്ടടുത്ത ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ കിട്ടുന്ന ഒബ്ജക്റ്റിന് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒബ്ജക്റ്റിന് പോസിറ്റീവ് ചാർജും ലഭിക്കും. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ പൊതുവേ നമ്മളിത് ഉപയോഗിക്കുന്നത് ഇൻസുലേറ്ററുകളാണ്. എന്തുകൊണ്ടാണ് ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൽ ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ രണ്ട് കണ്ടക്ടറുകളാണ് ഇരിക്കുന്നത്, നിങ്ങൾ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ അവിടെയും ആറ്റംസ് ഉണ്ട്, അവിടെ നിന്ന് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ കണ്ടക്ടറിൻ്റെ പ്രത്യേകത അവിടെ ചാർജുകൾ ഒരു സ്ഥലത്ത് നിൽക്കില്ല. ഇപ്പോൾ ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രോൺ കിട്ടിയെങ്കിൽ ആ ഇലക്ട്രോൺ ആ പോയിന്റിൽ തന്നെ നിൽക്കില്ല, പകരം എന്ത് ചെയ്യും, അത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് എന്ത് ചെയ്യും, ഒഴുകിയെന്ന്. എന്നാൽ ഇൻസുലേറ്റർ ആണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ചാർജുകൾ എവിടെയാണോ നിന്നത് അവിടെ തന്നെ എന്ത് ചെയ്യും, നിൽക്കും. കാരണം അതെന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യാൻ പറ്റില്ല, ഇൻസുലേറ്ററുകളാണ്. അതുകൊണ്ടാണ് പൊതുവെ ഇൻസുലേറ്ററുകളുടെ കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതിനെ തന്നെ വേറൊരു പേര് കൂടെ പറയാറുണ്ട്. ഇതിനെ ട്രൈബോ ഇലക്ട്രിക് ചാർജസ് എന്നും പറയാറുണ്ട്. ട്രൈബോ ഇലക്ട്രിക് ചാർജസ് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഫ്രിക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടക്ഷനാണ്. കണ്ടക്ഷനാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിനടുത്തേക്ക്, ഇതിപ്പോൾ ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിനോട് ചേർത്ത് ഞാൻ വേറൊരു ഒബ്ജക്റ്റിലൂടെ വെച്ചിരിക്കുക. ഇത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിനോട് ചേർത്ത് ഞാൻ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ എയിലുള്ള ചാർജുകൾ എന്ത് ചെയ്യപ്പെടും, കുറച്ച് ബിയിലോട്ട് പോകും. കാരണം പരസ്പരം എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് എന്ത് ചെയ്യും, ചാർജുകൾ എന്ത് ചെയ്യും, ഒരുപോലെ ആകും, യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യും വേണ്ടിയിട്ട് ഷെയർ ചെയ്യപ്പെടും. ഇങ്ങനെ ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിന് ചാർജ് കിട്ടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചാർജ് ഉള്ളൊരു ഒബ്ജക്റ്റിനെ ചാർജ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വയ്ക്കുക. ചാർജ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെ ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വയ്ക്കുമ്പോൾ ചാർജ് ഉള്ള ഒബ്ജക്റ്റിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിലോട്ട് ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മൂന്നാമതൊരു മെത്തേഡ് കൂടെ ഉണ്ട്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടക്ഷനിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഇൻഡക്ഷനിൽ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് എടുക്കുന്നു. ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു, അതേ സ്ഥാനത്ത് ചാർജ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് എടുക്കുക. കണ്ടക്ഷൻ മെത്തേഡിൽ നമ്മൾ ചാർജ് ഉള്ള ഒബ്ജക്റ്റിനെ ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വെച്ചു. അപ്പോൾ ചാർജ് ഉള്ള ഒബ്ജക്റ്റിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റി, ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേ സ്ഥാനത്ത് ഇവിടെ ചെയ്യുന്നത് ചാർജ് ഉള്ള ഒബ്ജക്റ്റ് നമ്മൾ വെച്ച് വെക്കുന്നത്, പക്ഷേ
ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ഒരു ആക്ച്വൽ കോണ്ടാക്ട് ഇല്ല, ചെറിയൊരു ഡിസ്റ്റൻസ് തമ്മിൽ. ബി എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ബോഡിയാണ്. ന്യൂട്രൽ ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചാർജ് ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അതിനകത്ത് ഇലക്ട്രോൺ ഇല്ലെന്നോ അല്ലെങ്കിൽ പ്രോട്ടോൺ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല. അതിനകത്ത് പ്രോട്ടോണും ഉണ്ട് ഇലക്ട്രോണും ഉണ്ട്. അതായത് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ അവ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ട് വരുമ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ ഒരുമിച്ച് ചെയ്യാം ഇല്ലേ? അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ന്യൂട്രലായിട്ട് കാണപ്പെടുന്നതേ ഉള്ളൂ. ചാർജ് ഇല്ലാതെ ന്യൂട്രൽ ആണെന്ന് പറയുമ്പോൾ അവിടെ ചാർജ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അവ എന്താണ് ഈക്വൽ എണ്ണമായിട്ട് എന്ത് ചെയ്യാം ഇരിക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു പോസിറ്റീവ് ഒബ്ജക്റ്റിൽ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് കാര്യമില്ല, ചിലപ്പോൾ പോസിറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഒബ്ജക്റ്റ് അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ഒന്നുമില്ല, കൊണ്ടുപോകുമ്പോൾ ഈ പോസിറ്റീവ് ഒബ്ജക്റ്റ് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസിനെ റിപ്പൽ ചെയ്യും, അതേസമയം നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. ഇതിനകത്തുള്ള ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ബി എന്ന് പറയുന്ന ന്യൂട്രൽ ഒബ്ജക്റ്റിലെ പോസിറ്റീവ് ചാർജുകളെ റിപ്പൽ ചെയ്യുകയും നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഈ പടം നമുക്ക് ഇങ്ങനെയായിട്ട് മാറും. നമ്മൾ ഇതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല, എക്ക് ഒരു മാറ്റമില്ല, അതെന്ത് തന്നെയാണ് പോസിറ്റീവ് ചാർജായിട്ട് എന്ത് ചെയ്യണം ഇരിക്കുക. എന്നാൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഇവിടെ ഇരിക്കുന്ന ചാർജുകൾ റീഅറേഞ്ച് ചെയ്യപ്പെടുന്നു. പോസിറ്റീവിനെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് ചാർജ് എല്ലാം ഒരു എൻഡിലോട്ട് റിപ്പൽ ചെയ്ത് അങ്ങോട്ട്, അതേസമയം നെഗറ്റീവ് ചാർജുകളെല്ലാം എന്ത് ചെയ്യപ്പെടും അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു ഒരു എൻഡിലോട്ടും നെഗറ്റീവ് ചാർജ് മറ്റേ എൻഡിലോട്ടും എന്ത് ചെയ്യും ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും ഒരു ചാർജുള്ള ഒബ്ജക്റ്റിന്റെ പ്രസൻസ് കാരണം ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. കഴിഞ്ഞില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എ എന്ന് പറയുന്നത് ചാർജുള്ള ഒബ്ജക്റ്റ് എടുത്ത് മാറ്റിയാൽ ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ഒരുമിച്ച് വീണ്ടും കമ്പൈൻ ചെയ്യും. അപ്പോൾ പിന്നെ ചെയ്തതിൽ വല്ല പ്രയോജനമാണ്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ മറ്റേ എൻഡിനെ എർത്ത് ചെയ്യാം. ബി എന്ന് പറയുന്ന ന്യൂട്രലായിരുന്ന ഒബ്ജക്റ്റിന്റെ ഒരു എൻഡിനെ ഞാൻ എന്ത് ചെയ്തു എർത്ത് ചെയ്തു. എർത്ത് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്, എർത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ വന്ന് ഈ പോസിറ്റീവുമായി കമ്പൈൻ ചെയ്ത് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. പക്ഷേ ആർക്ക് ന്യൂട്രലൈസേഷൻ വരില്ല, ഈ നെഗറ്റീവ് ചാർജ് വരില്ല. കാരണം നെഗറ്റീവിനെ ഈ ഒബ്ജക്റ്റ് അട്രാക്ട് ചെയ്ത് വെച്ചിട്ടാണ്. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെയുള്ള നെഗറ്റീവ് അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും ഈ പോസിറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്യും ന്യൂട്രലൈസേഷൻ നടന്നു പോകും. അപ്പോൾ പോസിറ്റീവ് ചാർജുകളെല്ലാം ന്യൂട്രൽ അവിടെ നിന്ന് എന്ത് ചെയ്തു പോയി. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയും കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ എർത്തിങ് വയറിനെയും ഇവിടെ ഇരിക്കുന്ന നമ്മൾ കൊണ്ടുപോയ ചാർജ്ഡ് ഒബ്ജക്റ്റിനെയും മാറ്റി. അത് കഴിഞ്ഞ് നോക്കി ഈ ഒബ്ജക്റ്റിനകത്ത് എന്ത് ചാർജ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അത് എല്ലാ സ്ഥലത്തേക്കും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്താ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒറ്റ പ്രോസസ്സ് നടക്കുന്നതല്ല, അവിടെ രണ്ട് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നു. അതായത് അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നു. ചാർജുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് കാരണം ഒരു ചാർജ് സെപ്പറേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു എർത്തിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്തിങ്ങും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനും ഒരുമിച്ച് നടന്നാണ് ഇവിടെ ന്യൂട്രൽ ആയിരുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ടായത് ചാർജ് ഉണ്ടായത്. ഈ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ പൊതുവെ 3 മെത്തേഡുകളാണ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്: ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതിനകത്ത് നിന്ന് നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പല പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു, രണ്ട് ഒബ്ജക്റ്റിനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒക്കെ ആയിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ അവരൊരു പേര് തരും. ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റ് റബ്ബ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് ഒബ്ജക്റ്റാണ് പോസിറ്റീവായിട്ട് മാറുന്നത്, ഏത് ഒബ്ജക്റ്റാണ് നെഗറ്റീവായിട്ട് മാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്നൊരു ട്രൈബോ ഇലക്ട്രിക് സീരീസ് ജസ്റ്റ് ഓർഡർ ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന വാക്ക്.
നമ്മൾ റബ്ബിംഗ് വഴി ഉണ്ടാകുന്ന ചാർജിന് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും? ട്രൈബോ ഇലക്ട്രിക് ചാർജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ട്രൈബോ ഇലക്ട്രിക് സീരീസ് ഉണ്ട്. ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒബ്ജക്റ്റുകളെ അവയുടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ഒബ്ജക്റ്റുകൾ വളരെ പെട്ടെന്ന് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും, അതായത് ഒബ്ജക്റ്റ് ലോസി, ഇലക്ട്രോൺ ലോസി. എന്നാൽ ചില ഒബ്ജക്ട്സ് ആണെങ്കിൽ ഇലക്ട്രോൺ പെട്ടെന്ന് ഗെയിൻ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് നെഗറ്റീവായിട്ട് മാറും. അത് എന്താ, ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് വളരെ വേഗം അത് പോസിറ്റീവ് ചാർജുള്ളതായിട്ട് മാറും. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സീരീസിനെ പറയുന്ന പേരാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. എന്നിട്ട് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സീരീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏറ്റവും മുകളിൽ നമുക്ക് വരുന്നത് ഇപ്പം ഗ്ലാസ് ആണ്. ഗ്ലാസ്, ഹെയർ, ഊൾ, സിൽക്ക്, ഹാർഡ് മെറ്റൽ, സീലിംഗ് വാക്സ്, റബ്ബർ, പോളിസ്റ്റർ. ഏകദേശം ഒരു ഇതാണ്. ഇതിൻ്റെ ഈ ഹാർഡ് മെറ്റൽ എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് തന്നെ എന്തുവരും, കോപ്പറും പിന്നെ ഏതാ ഗോൾഡും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഈ സീരീസ് ഇത് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് ഗ്ലാസും സിൽക്കും എടുക്കുക. ഗ്ലാസും സിൽക്കും എടുക്കുമ്പോൾ നോക്കിയാൽ നമ്മൾ ട്രൈബോ ഇലക്ട്രിക് സീരീസിൽ ഗ്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ വരുന്നതാണ് അല്ലേ? ഈ സീരീസിൽ ഏറ്റവും മുകളിൽ വരുന്നത്, ഏറ്റവും മുകളിലാണ് നമ്മൾ എടുക്കുന്ന പേരിൽ ആരാണോ മുകളിൽ വരുന്നത് അയാൾ പോസിറ്റീവായിട്ട് മാറുകയും താഴെ വരുന്നത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. അതായത് ഗ്ലാസ് പോസിറ്റീവായിട്ട് മാറും, സിൽക്ക് എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. വേറെ ഉദാഹരണം പറയുമ്പോൾ ഊളും റബ്ബറും ഉണ്ട്. ഊളും റബ്ബർ, ഇത് രണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഊൾ എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ടും, റബ്ബർ എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറും. അപ്പോൾ ഇതിനെയാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പേരുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈബോ ഇലക്ട്രിക് സീരീസിന് ഫുൾ മെറ്റീരിയൽസും കിട്ടും. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾക്ക് മാക്സിമം കഴിയുന്ന അത്രയും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പ്രീവിയസ് കുറേയൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഒരു ചാർജിന് 3 പ്രോപ്പർട്ടിയാണ് വരുന്നത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് അഡിറ്റിവിറ്റിയാണ്. അഡിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാം. നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് കുറേ ചാർജ് ഉണ്ട്. ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിന് കുറച്ച് ചാർജ് എടുക്കുകയാണ്. +2 കൂളോം, +3 കൂളോം, -1. ഒരു ഒബ്ജക്റ്റ് എടുക്കുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ചാർജ് എടുത്തിട്ടുണ്ട്. +2 കൂളോം കൊടുത്ത് നോക്കി, അടുത്ത് +3 കൂളോം, -1 കൂളോം. അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നതിന് ടോട്ടൽ എത്ര ചാർജ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ചാർജ് Q ഈക്വൽ തന്നെ എഴുതാം. 2 കൂളോം +3 കൂളോം -1 കൂളോം, അതായത് 4 കൂളോം അല്ലേ, +4 കൂളോമാണ്. ഇതിനെയാണ് എന്ത് പറയുക, അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിലെ ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ആൾജിബ്രായിക് സം ഓഫ് ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. അതിനകത്തുള്ള എല്ലാ ചാർജിൻ്റെയും ആൾജിബ്രായിക് സം സൈനും കൂടെ ചേർത്ത്, പോസിറ്റീവ് ആണ് നെഗറ്റീവ് നമ്മൾ നോക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ ചാർജസിനെ ആഡ് ചെയ്യാൻ പറ്റും. Q എന്ന് പറയുന്നത് Q1 + Q2 + Q3 + എക്സെട്ര. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിനെ പറയുന്ന പേരാണ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേഷനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ഇതിൽ തന്നെ ചാർജ് നമുക്കത് പറഞ്ഞാൽ മതി. അതായത് എനർജിക്ക് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ചാർജിനെ കയറ്റുന്നു. അതായത് ചാർജ് നമുക്ക് പുതിയതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല, പിന്നെ നശിപ്പിക്കാൻ പറ്റൂ അതൊന്നും. അതായത് നമുക്ക് ചാർജിനെയും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ആ കൂടെ ചെയ്യുന്ന കാര്യം, ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലോട്ട് ചാർജ് കൊടുക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ചാർജിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ചാർജിങ് ചെയ്തു, 3 മെത്തേഡിൽ ചാർജ് ചെയ്തു. അതിൽ റബ്ബിങ് ആയിരുന്നാലും
കണ്ടക്ഷൻ ആയിരുന്നാലും ഇൻഡക്ഷൻ ആയിരുന്നാലും ഓൾറെഡി അവിടെ ചാർജ് ഉണ്ട്. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രോൺ മറ്റൊരു ഒബ്ജക്റ്റിൽ പോയെന്നോ, ട്രാൻസ്ഫർ ആണ് നടന്നത്. കണ്ടക്ഷൻ മെത്തേഡിൽ അങ്ങനെ തന്നെ ചാർജുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്തു. ഇൻഡക്ഷൻ മെത്തേഡിൽ ഓൾറെഡി അതിനകത്തുള്ള ചാർജ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരുമിച്ചിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൺസർവേഷനാണ്. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. അല്ല എങ്കിൽ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ ചാർജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഇതിനെയാണ് എന്ത് പറയുക, കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി പറയും, ഒന്ന് അഡിറ്റിവിറ്റിയാണ്, രണ്ടാമത്തത് കൺസർവേഷനാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ക്വാണ്ടൈസേഷനാണ്. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം തിയറിയോട് റിലേറ്റ് ചെയ്തത്. ക്വാണ്ടൈസേഷനിൽ നമ്മളൊരു ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കൊടുക്കാം, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ കൊടുക്കാം, അല്ലെങ്കിൽ 10, 100, 1000 അങ്ങനെ എത്ര വേണം ഇലക്ട്രോൺസ് കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഇലക്ട്രോണിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇലക്ട്രോൺ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് അതിനെ മുറിച്ച് പകുതിയായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ചെറിയൊരു ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, അല്ലാണ്ട് ഫ്രാക്ഷനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് പറയുന്നതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ചാർജ് കൊടുക്കുന്നു, ഇപ്പോൾ Q എന്ന് പറയുന്ന ചാർജ് കിട്ടി. ആ ചാർജ് എന്ന് പറയുന്നത് അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. Q ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോണിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഇതാണ് എന്ത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത് ചാർജ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ വിത്ത് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ബേസിക് ചാർജ് ഓഫ് P, അല്ലെങ്കിൽ ഇലക്ട്രോൺ അല്ലേ. ബേസിക് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് ചാർജിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ആദ്യമായിട്ട് പറയുന്നത് ഫാരഡേ ആണെങ്കിലും അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നത് മില്ലിക്കൺ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നത്. ഇത്രയുമാണ്, ഈ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മളൊരു ചാർജിന് പറയാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ അറിയിക്കുക. താങ്ക് യു.